ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ സോഷ്യൽ മീഡിയ കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ആളിക്കത്തുന്ന തീയണയ്ക്കാൻ ഏതാനും മിനിറ്റ് മതി, പക്ഷേ അവതാരങ്ങൾ മുഖ്യമന്ത്രിയെ അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് തുടങ്ങുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഏഴകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെങ്കൊടി പശ്ചിമ ബംഗാളിലും ക്രെംലിനിലും സംഭവിച്ചതുപോലെ ഈ മണ്ണിൽ നിന്നും എത്രയും വേഗം പിഴുതെറിയണമെന്നാണ് മാഫിയകൾ ആഗ്രഹിക്കുന്നത്. പുന്നപ്ര വയലാറിന്റെ ഭൂമിയിലും കടന്നുകയറി ആധിപത്യം ഉറപ്പിച്ചു കളയാമെന്ന ഹുങ്കിലാണ് കാളികൂളി സംഘം. പക്ഷെ ജി സുധാകരനെ പോലെ ലക്ഷണമൊത്തൊരു പോരാളിക്ക് ഇതൊന്നും നിസ്സംഗമായി നോക്കിയിരിക്കാനാകില്ല. അത് നിർമ്മിച്ചിരിക്കുന്ന മൂശ മറ്റൊന്നാണ്. വി ശിവൻകുട്ടിയല്ല ജി സുധാകരൻ. അതുകൊണ്ടാകണം ഇ.പി. ജയരാജൻ മന്ത്രി ശിവൻകുട്ടിയുടെ അധിക്ഷേപത്തെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞത്. പാർട്ടിക്ക് മുകളിലാണെന്ന് കരുതുന്നവരെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ ശിവൻകുട്ടിക്ക് എന്താ അവകാശം? ആരാ ശിവൻകുട്ടി? നിഷ്കളങ്കരായ കുറച്ച് ചുമട്ട് തൊഴിലാളികളെ വാടകയ്ക്ക് തല്ലാൻ കിട്ടുമെന്ന ഹുങ്കിലല്ല ഈ ഭീഷണിയല്ല. തലമറന്ന എണ്ണ തേക്കരുത് ശിവൻകുട്ടി. അങ്ങ് വെറും ഒട്ടിപ്പാണ്, വെറും പുറംപൂച്ചാണ്. മുഖ്യമന്ത്രിയുടെ മരുമകന് പഠിക്കുകയാണ് അങ്ങ്. ഏതു നിമിഷവും ഒട്ടിപ്പിളവും. ഒരു ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന വോട്ട് എത്രയാകും? പയ്യന്നൂരിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണൻ റാഞ്ചുന്ന വോട്ട് എത്രയാണ്? പരസ്യമായി CPM-ന്റെ 500 തട്ടകങ്ങളെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ സ്വയം പ്രധാനാർത്ഥം കൊണ്ട് ഉലഞ്ഞിരിക്കുകയാണ്. അതല്ലേ അമേരിക്കൻ ചാരസംഘടനയ്ക്ക് ജോൺ ബ്രിട്ടാസ് നൽകിയ ദീർഘ അഭിമുഖത്തിൽ അച്യുതാനന്ദൻ മന്ത്രിസഭയെ പാർട്ടി കത്തിച്ചു കളയുമെന്ന് പ്രഖ്യാപിപ്പിച്ചത്. ബദൽ മന്ത്രിസഭ ഉടൻ ഉദിച്ചുയരുമെന്നും ബ്രിട്ടാസ് വീമ്പടിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. VS മന്ത്രിസഭ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ജനപ്രിയനായ VS-നെ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിച്ചിട്ട് പിൻവാതിലിലൂടെ പിണറായി വിജയനെ സിംഹാസനത്തിൽ എത്തിച്ചു. മാത്രമോ, പെറ്റിട്ട കാലം മുതൽ ഒരു വിപ്ലവകാരിയായിരുന്ന ജി സുധാകരൻ 55-ാം വയസ്സിൽ കെട്ടിയ മന്ത്രിസ്ഥാനത്തെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ 2ാം വിവാഹത്തിന് കണ്ടുവച്ചിരുന്നവന്റെ മന്ത്രിപദവി. അത് മറ്റാർക്കും ഇല്ലാത്ത വിധം പ്രധാന വകുപ്പുകളെല്ലാം കുത്തിനിറച്ചതും. ബന്ധു സഹസ്ര കോടീശ്വരനാകുമ്പോൾ അമ്പരചുംബികൾക്ക് എന്ത് പഞ്ഞം! പാർട്ടിയുടെ അടിസ്ഥാന നയ സമീപനങ്ങളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും ജോൺ ബ്രിട്ടാസ് എന്ന ഈ ഒറ്റുകാരനെതിരെ ഒരു നടപടിയും പാർട്ടി എടുത്തില്ല. ഇപ്പോൾ ജി സുധാകരനെതിരെ ചന്ദ്രഹാസം വിളക്കുന്ന പാർട്ടി ഈ ചാരനെതിരെ എന്ത് നടപടിയെടുത്തു? ഈ അപജയങ്ങൾ കൊണ്ടൊന്നും ജനം കുലുങ്ങില്ല എന്നത് മറ്റൊരു ദുര്യോഗം. ഇപ്പോൾ ജനത്തിന് ഒരു താരത്തെ കൊണ്ട് കാണിച്ചാൽ മതി, അപ്പോൾ വീഴും. അല്ലെങ്കിൽ ഒരു കിറ്റ്. നവോത്ഥാന നായകർ കെട്ടിപ്പടുത്ത കേരളം ആവിയായിപ്പോയി. മുഖ്യമന്ത്രിക്ക് താരങ്ങളുമായുള്ള ബന്ധമാണ് ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തുറുപ്പ് ചീട്ട്. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എന്താ ഇവരൊക്കെ കൽപ്പാന്തകാലം ജീവിക്കുന്നവരാണോ? പക്ഷെ അടപടലം ഇതെല്ലാം മാറാൻ പോവുകയാണ്. ഇങ്ങനെ പോയാൽ ധർമ്മടം പോലും കുലുങ്ങിക്കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.